Dear students, മൾട്ടിപ്ലിക്കേഷൻ എന്ന ഭാഗത്തുള്ള എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ആൻസേഴ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് 57 ഫസ്റ്റും സെക്കൻഡും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ ചെയ്തു. ഇനി ആ എക്സസൈസിൽ 2 ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുണ്ട്. പേജ് 58 ക്വസ്റ്റ്യൻ 3 ആൻഡ് ക്വസ്റ്റ്യൻ 4. ഓക്കെ, അതിൽ തേർഡ് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ആൻഡ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയയും അതേപോലെ തന്നെ അതിൻ്റെ പെരിമീറ്ററും കണ്ടെത്തണം. ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസും ഒരു സൈഡും കൊടുത്തിരിക്കുന്നു. ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ. അതിൻ്റെ ആംഗിൾസ് 60 and 75. വൺ സൈഡ് ഈസ് 4 centimeter. ദിസ് ആംഗിൾ ഈസ് 60 എന്ന് കൊടുത്തിരിക്കുന്നു ആൻഡ് ദിസ് വൺ ഈസ് 75 degree ആൻഡ് ഹിയർ ഇറ്റ് ഈസ് 4 centimeter. ഓക്കെ, ഇതിൻ്റെ ഏരിയയും കാണണം, ഇതിൻ്റെ പെരിമീറ്ററും കാണണം. അപ്പോൾ ഇതിൻ്റെ തേർഡ് ആംഗിൾ നമ്മൾ കാണുന്നു 60 + 75 = 135. അപ്പോൾ 180യിൽ നിന്ന് 135 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഗെറ്റ് 45. ഓക്കെ, അപ്പോൾ ദിസ് ആംഗിൾ ഈസ് 45 എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി ഇതിന് മുമ്പത്തെ ഒരു പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഈ സൈഡിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇതിലേക്ക് വരയ്ക്കുന്നു. ഈ വെർട്ടെക്സിൽ നിന്ന് ഇതിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. പെർപെൻഡിക്കുലർ, അപ്പോൾ ഇവിടെ മീറ്റ് ചെയ്യുന്ന സ്ഥലത്ത് 90 ഡിഗ്രി ആംഗിൾ ഉണ്ടാവുന്ന രീതിയിൽ നമ്മൾ വരയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യും. അപ്പോൾ ദിസ് ആംഗിൾ ഈസ് 90, ദിസ് ആംഗിൾ ഓൾസോ ഈസ് 90. അപ്പോൾ ഇത് 60യും ഇത് 90യും ആണെങ്കിൽ പിന്നെ ഈ തേർഡ് ആംഗിൾ എത്രയായിരിക്കും? 30 ആയിരിക്കും. ഓക്കെ, അതേപോലെ ഇത് 45ഉം ഇത് 90യും ആണെങ്കിൽ ഇവിടെ തേർഡ് ആംഗിൾ 45 ആയിരിക്കും. ഈ 45ഉം 30യും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് വാട്ട്? 75. അപ്പോൾ അതേപോലെയുള്ള ആംഗിൾസേ ഇവിടെ തരുള്ളൂ. ഓക്കെ, ഇതേപോലെ ഈ കണക്കുകളൊക്കെ ശരിയാവുന്ന രീതിയിലുള്ള ആംഗിൾസാണ് ക്വസ്റ്റ്യനിൽ വരിക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഈ സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകം എന്താണ്? 30, 60, 90 ആംഗിൾസുള്ള ട്രയാങ്കിളാണ്. അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കിട്ടി. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഈ സൈഡിൽ ലെങ്ത്ത് കാണുന്നു, ഈ സൈഡിൽ ലെങ്ത്ത് കാണുന്നു. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്ത് കിട്ടും, ഈ ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ എല്ലാ സൈഡ്സിൻ്റെ ലെങ്ത്ത് ആയി കഴിഞ്ഞാൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് പെരിമീറ്റർ. അതിനുശേഷം നമുക്ക് ഏരിയയും കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളാണ്. ഈ റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിളിൽ ഹൈപ്പോട്ടന്യൂസ് 4 centimeter ആണെങ്കിൽ 30ക്ക് നേരെ ഓപ്പോസിറ്റ് ഉള്ളത് ഈ 4ൻ്റെ പകുതിയായ 2 ആയിരിക്കും. 2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 60ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡ് എന്നുള്ളത് 2 × √3 ആയിരിക്കും. 2 × √3. അപ്പോൾ ഈ സൈഡിൻ്റെ ലെങ്ത്ത് 2 × √3 ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകം നോക്കുക. ഈ ട്രയാങ്കിൾ 45, 45 2 ആംഗിൾസ് സെയിം ആണ്. ഒരു ട്രയാങ്കിളിലെ 2 ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ ട്രയാങ്കിളിന് പറയുന്ന പേരാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത 2 സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഏത് 2 സൈഡ്സാണ് ഈക്വൽ ആവുക? ഈ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സാണ് ഈക്വൽ ആവുക. അപ്പോൾ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഈ 45ന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സൈഡും ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് 2 √3 ആയതുകൊണ്ട് ഈ ലെങ്ത്തും എന്തായിരിക്കും? 2 √3 ആയിരിക്കും. അപ്പോൾ ഇവിടുന്ന് 2 √3 കിട്ടി. ഓക്കെ, ഇനി ഇങ്ങനെ 2 സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ പ്രത്യേകം നമുക്കറിയാം. ഇത് 1ഉം 1ഉം ആണെങ്കിൽ ഇത് 1 √2 ആയിരിക്കും. ഇത് 2ഉം 2ഉം ആണെങ്കിൽ ഇത് 2 √2 ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ്. അതായത് 1ഉം 1ഉം ആണെങ്കിൽ ഇത് 1 √2, ദാറ്റ് ഈസ് √2. ഓക്കെ, ഇത് 2ഉം ഇത് 2ഉം ആണെങ്കിൽ ഇതെന്താണ്? 2 √2. അതായത് ഈ മെഷറിനെ നമ്മൾ എന്ത് ചെയ്യുക? √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള. അപ്പോൾ ഈ ഫിഗറിൽ, ഈ വന്നിരിക്കുന്ന ഫിഗറിൽ എന്താ? ഈ സൈഡ് 2 √3 ആണ്, ഇവിടെയും 2 √3. ആ 2 √3യെ നമ്മൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ 2 √3, ഇതും 2 √3 ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 √3യെ എന്ത് ചെയ്യുക? 2 √3യെ നമ്മൾ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ √3 × √2 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. √3 × √2 = √6 ആണെന്ന്.
അപ്പോൾ ഇത് 2 × √6 ആയി മാറും. 2 × √6. അപ്പോൾ ഈ സൈഡ് എന്താണ് 2 × √6 ആണെന്ന് മനസ്സിലാക്കുക. 2 × √6. ഓക്കെ, √3 × √2 √6. അപ്പോൾ 2 × √6 ഇതാണ് ഈ സൈഡ്. ഈ ഫിഗറിനെ ഞാൻ ഇവിടേക്ക് മാറ്റി വരച്ചിരിക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് 2 √6. ഇപ്പോൾ നമുക്ക് എല്ലാ മെഷേഴ്സും കിട്ടി, ഒരുവിധം എല്ലാ മെഷേഴ്സും. ഈ സൈഡ് അറിയാം, ഈ സൈഡ് 2 + 2 √3. ഇവിടെ 2, ഇവിടെ നിങ്ങൾ 2 √3. അപ്പോൾ 2 + 2 √3. ഇത് 2 √6, ഇത് 4. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് പെരിമീറ്റർ കിട്ടും. പിന്നെ ഏരിയ കാണണം. ഏരിയ കാണാൻ ഹാഫ് BH എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിക്കുക. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെ ബേസ് ആയിട്ട് എടുക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ പെർപെൻഡിക്കുലർ ആണല്ലോ ഇത്, അപ്പോൾ ഇതിനെ ഹൈറ്റ് ആയിട്ട് എടുക്കും. അപ്പോൾ ഹാഫ് BHലെ ബിക്ക് പകരം ഈ ലെങ്ത്തും എച്ചിന് പകരം ഈ ലെങ്ത്തും ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഏരിയ. അങ്ങനെ ഏരിയയും അതേപോലെ തന്നെ എന്തും കിട്ടും, പെരിമീറ്ററും കിട്ടും. അപ്പോൾ ഇതൊക്കെ ഫിഗറിൽ നമ്മളിങ്ങനെയൊക്കെ വരച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇനി പെരിമീറ്ററിലേക്ക് പോവുകയാണ്. ഓക്കെ, പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ is equal to എന്തെല്ലാണ് 4 + 2 + 2 √3 + 2 √6. ഓക്കെ, 4 + 2 + 2 √3 + 2 √6. 4 + 2 എത്രയാണ്? 6 ആണ്. അപ്പോൾ അത് 6 എന്ന് എഴുതി. 2 √3 + 2 √6 നമുക്ക് അത് കൂട്ടാനൊന്നും കഴിയില്ല, അതങ്ങനെ തന്നെ വെക്കുക. അപ്പോൾ 2 √3 + 2 √6. ഇവിടെ √3 ഇതും √3 ആയിരുന്നെങ്കിൽ നമുക്ക് 2 √3 + 2 √3 = 4 √3 എന്ന് എഴുതാം. അതല്ലെങ്കിൽ ഇത് √6 ആയിരുന്നെങ്കിൽ 2 √6 + 2 √6 = 4 √6 എന്ന് എഴുതാം. അങ്ങനെയൊന്നും ഇത് എഴുതാൻ പറ്റില്ല, അതുകൊണ്ട് അത് ഇങ്ങനെ തന്നെ നിലനിർത്തും. ഇതിലിനി നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി എന്താണ്, ഇറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 2. ഇതെല്ലാം മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണ്. അതുകൊണ്ട് നമുക്ക് 2 കോമൺ ഫാക്ടർ ആക്കി എടുക്കാം. അപ്പോൾ 2 × 3 ആണ് 6. അപ്പോൾ ഇവിടെ 3 എന്ന് വരും, ഇവിടെ √3 എന്ന് വരും, ഇവിടെ √6 എന്ന് വരും. 2 × 3 6, 2 × √3 2 √3, 2 × √6 2 √6. ഇത്രയും എഴുതി വെക്കാം. ഇതാണ് പെരിമീറ്റർ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ ഫൈൻഡ് ഔട്ട് ഏരിയ. ഓക്കെ, ഏരിയ ഈസ് ഈക്വൽ ടു ഫോർമുല ഹാഫ് BH ആണ്. ഓക്കെ, ഹാഫ് BH ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബേസ് ആയിട്ട് എടുക്കുന്നത്. ഇവിടെ നിന്നാണ് ഇങ്ങനെ പെർപെൻഡിക്കുലർ പോയിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനെ ബേസ് ആയിട്ട് എടുക്കുന്നു. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് ഇവിടം വരെ 2, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 2 √3. അപ്പോൾ 2 + 2 √3 അതാണ് ബേസ്. 2 + 2 √3 ദാറ്റ് ഈസ് ബേസ്. അപ്പോൾ ഹാഫ് BHലെ ഹാഫുമായി ബിയുമായി. ഇനി H ഈസ് ദിസ് വൺ ഈസ് H. ഓക്കെ, 2 √3 ഇത്രയും കിട്ടും. അപ്പോൾ ഇവിടെ 2 √3 എഴുതുമ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഉള്ളതുകൊണ്ട് ഇത് ഇൻറ്റു നമ്മൾ വായിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇൻറ്റു സൈൻ ഇടാത്തതെന്ന് മനസ്സിലാക്കുക. സത്യത്തിൽ ഇവിടെ ×2 × √3 എല്ലാം മൾട്ടിപ്ലിക്കേഷനാണ് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഹാഫിലെ ഈ 2 താഴെയാണ്, ഈ 2 മേലെയാണ്. അപ്പോൾ ഈ 2ഉം ഈ 2ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി ഉണ്ടാവുന്നത് ഈ ബ്രാക്കറ്റിലുള്ള 2 + 2 √3യും ബ്രാക്കറ്റിന് പുറത്തുള്ള √3 മാത്രമേ ഉണ്ടാവും. ഈ 2ഉം ഈ 2ഉം നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും എഴുതാം. ഇത്ര എഴുതി കഴിഞ്ഞാൽ ഏരിയ. ഇനി വേണമെങ്കിൽ ഇതിൽ രണ്ടിലും 2 കോമൺ ഫാക്ടർ ആയതുകൊണ്ട് നമുക്ക് 2 എടുക്കാം, പുറത്തെഴുതാം. അപ്പോൾ 2 × 1 ആണ് 2. അപ്പോൾ ഇവിടെ 1 എഴുതി, ഇവിടെ 2 × √3 അപ്പോൾ √3 എഴുതി. പിന്നെ ഇവിടെ എന്തുണ്ടാവും, ഒരു √3 ഉണ്ടാവും. ഇതെല്ലാം മൾട്ടിപ്ലിക്കേഷനാണ്. 2 × 1 + √3 × 3. അതുകൊണ്ട് ഈ × √3. അപ്പോൾ ഈ √3യും കൂടെ 2ൻ്റെ കൂടെ കൂട്ടി എഴുതാം. 2 × √3 എന്ന് പറഞ്ഞാൽ 2 √3 ആണ്. ഓക്കെ, അപ്പോൾ 2 √3 × 1 + √3 എന്ന് വേണമെങ്കിൽ എഴുതാം. 2 √3 × 1 + √3 cm² എന്ന് എഴുതിയാൽ ഏരിയ. ഇത്രയും ചെയ്താൽ മതി. ഈ √3ൻ്റെ ഒന്നും വാല്യൂ കൊടുത്ത് ചെയ്യണമെന്നില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം, എത്രയാണ് കിട്ടുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ നമുക്ക് ഇത്രയും ചെയ്താൽ തന്നെ അത് ആൻസർ എന്തായി, കംപ്ലീറ്റ് ആൻസറായി, വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. ഓക്കെ, അപ്പോൾ 2 √3 × 1 + √3 cm² എന്ന് കിട്ടും.
ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ ചെയ്യാം. Fourth question, from the pairs of numbers, ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 5 എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുക 5 അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഫ്രം ദി പെയർസ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ പിക്ക് ഔട്ട് ദോസ് ഹൂസ് പ്രൊഡക്റ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ ഓർ എ ഫ്രാക്ഷൻ. ഇതിൽ കുറേ പെയർസ് കൊടുത്തിരിക്കുന്നു, 5ഓളം പെയർസ് കൊടുത്തിരിക്കുന്നു. ആ ഓരോ പെയറിലും നമ്മൾ എന്ത് കാണുക? പ്രൊഡക്റ്റ് കാണുക, പെയറിൻ്റെ പ്രൊഡക്റ്റ് കാണുക. എന്നിട്ട് പ്രൊഡക്റ്റ് കണ്ടിട്ട് അതിൽ നാച്ചുറൽ നമ്പർ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ കിട്ടുന്ന ഏതൊക്കെയാണെന്ന് നോക്കുക. അത് മാത്രം, അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ മതി, അത് പ്രത്യേകം നോട്ട് ചെയ്താൽ മതി. എല്ലാത്തിലും നമ്മൾ പ്രൊഡക്റ്റ് കാണണം. എന്നിട്ട് ഏതിലാണ് ഫ്രാക്ഷൻ കിട്ടുന്നത്, പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെയൊക്കെ മൾട്ടിപ്ലിക്കേഷനാണ് നടത്തേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ ആൻസറിലേക്ക് വരുന്നു. ഓക്കെ, അതിൽ ഒന്നാമത്തെ പെയർ എന്താണ്? √3 അതേപോലെ തന്നെ √12 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ നടത്തണം. √3 × √12 ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ പഠിച്ച അനുസരിച്ച് √3 × 12 വരും. √3 × 12 ഈസ് ഈക്വൽ ടു 3 × 12 ഈസ് ഈക്വൽ ടു 36. അപ്പോൾ √36 നൗ √36 എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 6 ആണ് കിട്ടുക. സോ ഇറ്റ് ഇസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ നമുക്ക് ഒരു ആൻസർ കിട്ടി, നാച്ചുറൽ നമ്പർ കിട്ടിയ ഒരു ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തതിൽ √3 × √1.2 ആണ്. √3, √1.2. അപ്പോൾ രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. √3 × √1.2 ദാറ്റ്സ് ഈക്വൽ ടു √3 × 1.2. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 3.6 എന്ന് കിട്ടും. 3.6ന് ഒരു എന്തില്ല, ഒരു എക്സാക്റ്റ് റൂട്ടില്ല. റൂട്ടുണ്ട്, ബട്ട് ദാറ്റ് വിൽ ബി എ ഡെസിമൽ നമ്പർ. ഒരിക്കലും അതൊരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ എങ്ങനെയുള്ള ഡെസിമൽ നമ്പർ ആയിരിക്കും? നോൺ റിപ്പീറ്റിംഗ് ആൻഡ് നോൺ എൻഡിങ് ഡെസിമൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടില്ല, ഒരു നാച്ചുറൽ നമ്പറും കിട്ടില്ല. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് കണ്ടെത്തി, പക്ഷേ ഇത് നമുക്ക് വേണ്ടതല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഇതൊരു നാച്ചുറൽ നമ്പർ അല്ല, ഒരു ഫ്രാക്ഷനും അല്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു ഇത് ഇട്ടു കേട്ടോ. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്? √5 × √8 ആണ്. √5, √8 ഇതാണ് നമ്പേഴ്സ്. അപ്പോൾ √5 × √8 is equal to √5 × 8, that is √40. ഓക്കെ, √40യെ നമുക്ക് എങ്ങനെ എഴുതാം? 4 × 10 എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഈക്വൽ ടു 2√10. ഇതും എന്തല്ല, ഒരു നാച്ചുറൽ നമ്പർ അല്ല, അല്ലെങ്കിൽ ഒരു ഫ്രാക്ഷൻ അല്ല. അപ്പം അതും അങ്ങനെ നിന്നോട്ടെ. നമുക്ക് പിന്നെ ആവശ്യപ്പെട്ട് മാത്രം ടിക്ക് ഇടുക, ബാക്കി അങ്ങനെ നിന്നോട്ടെ. അപ്പോൾ തേർഡ് വണ്ണും നമ്മൾ കണ്ടെത്തി. ഇറ്റ് ഈസ് നോട്ട് നാച്ചുറൽ നമ്പർ, ഇറ്റ് ഈസ് നോട്ട് എ ഫ്രാക്ഷൻ, ഇറ്റ്സ് എ ന്യൂ നമ്പർ. ഓക്കെ, ദെൻ ഫോർത്ത് വണ്ണും ഫിഫ്ത്ത് വണ്ണും നോക്കാം. ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത്. See fourth, √0.5 and √8. 0.5 and √8 ഇത് രണ്ടുമാണുള്ളത്. സോ 0.5 × 8. ഓക്കെ, √0.5 × √8 is equal to √0.5 × 8.
ദാറ്റ്സ് ഈക്വൽ ടു 4.0 എന്ന് കിട്ടും. ഓക്കെ, 4.0 എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പോൾ 4ൻ്റെ റൂട്ട് എത്രയാണ്? ഈസ് ഈക്വൽ ടു 2. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് എ നാച്ചുറൽ നമ്പർ. അത് നാച്ചുറൽ നമ്പർ ആണെന്ന് കിട്ടി. ഫിഫ്ത്ത് വൺ, റൂട്ട് ഓഫ് 7.5 റൂട്ട് ഓഫ് 3 1/3. ഓക്കെ, 7.5ൻ്റെ റൂട്ടും 3 1/3ൻ്റെ റൂട്ടുമാണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ റൂട്ട് ഓഫ് 7.5 ഇൻറ്റു 3 1/3, റൂട്ട് ഓഫ് 3 1/3 is equal to root of 7.5 into root of 7.5 into 3 1/3. ഇനി ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ മാറ്റുക. 2 into 7 14, 14 plus 1 15, 15/2 എന്നാക്കി മാറ്റണം. So this is 15/2 into 3 1/3 means 3 into 3 9, 9 plus 1 10, 10/3 എന്ന് വരും. 10/3. ഓക്കെ, സോ 15/2 into 10/3 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സിംപ്ലിഫിക്കേഷൻ നടത്താം. ഈ 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് 5. 15നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വിൽ ഗെറ്റ് 5. ഓക്കെ, സോ 5 into 5 എന്ന് കിട്ടും. 5 into 5 മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 15 divided by 3 is equal to 5. 10 divided by 2 is equal to 5. അപ്പോൾ 5 into 5 എന്ന് പറഞ്ഞാൽ റൂട്ട് 25. റൂട്ട് 25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു റൂട്ട് 25, ദാറ്റ്സ് ഈക്വൽ ടു 5. അപ്പോൾ ഇങ്ങനെ ഒരു റൂട്ടിൻ്റെ ഉള്ളിൽ സെയിം നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ 5 into 5 എന്ന് പറഞ്ഞാൽ ഒരു 5 എഴുതിയാൽ മതി. ദാറ്റ് വിൽ ബി ദി ആൻസർ. റൂട്ട് ഓഫ് 10 into 10 മീൻസ് 10. റൂട്ട് ഓഫ് 3 into 3 3. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ മൾട്ടിപ്ലിക്കേഷൻ കൂടി നടത്തിയതിന് ശേഷം തിരിച്ചു വന്നു എന്ന് മാത്രം. അപ്പോൾ റൂട്ട് ഓഫ് 5 into 5 മീൻസ് റൂട്ട് ഓഫ് 25, ദാറ്റ്സ് ഈക്വൽ ടു 5. അപ്പോൾ ഇതും എന്താണ്? ഒരു നാച്ചുറൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം ഇതോടുകൂടി തീരുകയാണ്. ഇനി നമുക്ക് ഡിവിഷൻ എന്നുള്ള ഭാഗത്തിലേക്ക് കടക്കാം. ഡിവിഷൻ. അപ്പോൾ ന്യൂ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ നടത്തും എന്നുള്ളത് വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമ്മൾ ഡിവിഷൻ എന്ന ഭാഗം പഠിക്കുന്നു. ഡിവിഷൻ പേജ് 58 തന്നെയാണ് ഡിവിഷൻ തുടങ്ങുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് 2 ഇൻറ്റു റൂട്ട് 3 ഈസ് ഈക്വൽ ടു റൂട്ട് 6 നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ഈസ് ഈക്വൽ ടു റൂട്ട് 6 എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റൂട്ട് 6നെ റൂട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് റൂട്ട് 2 ആയിരിക്കും. അതേപോലെ റൂട്ട് 6നെ റൂട്ട് 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ കിട്ടുന്നത് റൂട്ട് 3 ആയിരിക്കും. അത് സിമ്പിൾ മാത്സ് ആണ്. ഇപ്പോൾ 2 into 5 ഈസ് ഈക്വൽ ടു 10 ആണെങ്കിൽ 10 ഡിവൈഡഡ് ബൈ 5 ഈസ് ഈക്വൽ ടു 2 ആണ്. 10 ഡിവൈഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 ഈസ് ഈക്വൽ ടു റൂട്ട് 6 എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ റൂട്ട് 6നെ റൂട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റൂട്ട് 2 ആയിരിക്കും. റൂട്ട് 6നെ റൂട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് റൂട്ട് 3 ആയിരിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് റൂട്ട് 2 കിട്ടുന്നത്, എങ്ങനെയാണ് റൂട്ട് 3 കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ഈ റൂട്ട് 6 ബൈ റൂട്ട് 3 ഈസ് ഈക്വൽ ടു റൂട്ട് 2 എന്ന് കിട്ടണമെങ്കിൽ റൂട്ട് 6 ബൈ റൂട്ട് 3 ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം. റൂട്ട് ഓഫ് ഒറ്റ റൂട്ടിനുള്ളിൽ എഴുതാം. എന്ത്? 6/3 എന്ന് എഴുതാം. 6/3 ഈസ് ഈക്വൽ ടു 3 ആണ്, 2 ആണ്. അപ്പോൾ എന്തായി? റൂട്ട് 2 കിട്ടി. അങ്ങനെയാണ് ഈ റൂട്ട് 2 കിട്ടുന്നത് എന്ന് പറയാം. ഓക്കെ,
അതുപോലെ √6/√2 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 6/2 എന്ന് എഴുതാം. 6/2 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ √3. അപ്പോൾ എന്താണ് മനസ്സിലായത്? √6/√3 ആണ് വരുന്നതെങ്കിൽ രണ്ടും കൂടെ ഒറ്റ റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതി ആ റൂട്ടിൻ്റെ ഉള്ളിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് വരാം എന്നാണ്. അങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുക എന്ന് മനസ്സിലാക്കും. ഓക്കെ. അപ്പോൾ √x-നെ √y കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്താൽ മതി? √x/y എന്ന് എഴുതിയിട്ട് ഈ x-നെ y കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന ആൻസർ ഇവിടേക്ക് എഴുതിയാൽ മതി. ഇതിനെ നമുക്ക് ഈ നമ്പറിനെ ചെയ്തതിന് പകരം നമുക്ക് സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? √x-ഉം √y-യും √z-ഉം ഒക്കെ ന്യൂ നമ്പേഴ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ √x എന്നുള്ളൊരു ന്യൂ നമ്പറിനെ √y കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് √z ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ √z ഡിവൈഡഡ് ബൈ √x ഈസ് ഈക്വൽ ടു √y എന്ന് പറയാം. അതേപോലെ √z ഡിവൈഡഡ് ബൈ √y ഈസ് ഈക്വൽ ടു √x എന്നും പറയാം. അപ്പോൾ സിമ്പിൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഓൾജിബ്രൈക്ക് ഫോമിൽ പറയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. സോ ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് x/y ദ പ്രൊഡക്റ്റ് √x into √y ഈസ് ഈക്വൽ ടു √z can be written as the divisions √z/√x is equal to √y and √z/√y is equal to √x. ഇത് നിങ്ങൾക്ക് പേജ് ഇതിൽ കാണാം. പേജ് 58-ൻ്റെ ലാസ്റ്റിലൊരു ബോക്സിൽ കാണാം. ഓക്കെ. പേജ് 58-ൻ്റെ ലാസ്റ്റുള്ള ബോക്സിൽ കാണാം. ഫോർ എനി പോസിറ്റീവ് നമ്പേഴ്സ് x ആൻഡ് y. ഇങ്ങനൊരു ബോക്സ് കാണാം പേജ് 58-ൻ്റെ ലാസ്റ്റിൽ കേട്ടോ. അത് ഒന്ന് എഴുതി വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ബോർഡിൽ എഴുതിയ കാര്യമാണ്, അത് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ. അതുപോലെ വേറെയും ചില മൾട്ടിപ്ലിക്കേഷൻസ് ഉണ്ട്. ആ മൾട്ടിപ്ലിക്കേഷൻസ് ഒക്കെ ഞാൻ വേറെ ഡിവിഷൻസ് ഉണ്ട്. ആ ഡിവിഷൻസ് ഒക്കെ ഒന്ന് കാണിക്കാം. അപ്പോൾ √1/2 എന്നുള്ളത് എങ്ങനെ ഒക്കെ ചെയ്യാൻ നോക്കാം. √1/2 വാല്യൂ നമ്മൾ കാണുമ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെയാണെങ്കിൽ √1/√2 എന്ന് എഴുതാം. √1/√2 എത്രയാണ്? 1 ആണ്. സോ 1/√2 എന്ന് കിട്ടും. അപ്പോൾ 1-നെ √2 കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? അപ്പോൾ 1-നെ √2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധാരണ പോലെ തന്നെ ഡിവൈഡ് ചെയ്യുക. എങ്ങനെ? 1 ഡിവൈഡഡ് ബൈ √2-ൻ്റെ വാല്യൂ 1.414 എന്നെടുത്തിട്ട് ചെയ്യാം. അപ്പോൾ 1-നെ 1.414 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക. ഓക്കെ. 1-നെ 1.414 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് യു വിൽ ഗെറ്റ് 0.707 എന്ന് കിട്ടും. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, എക്സാക്റ്റ് വാല്യൂ അല്ല. കാരണം ഇതിന് ശേഷം പിന്നെയും നിങ്ങൾക്ക് ഇനിയും ഡെസിമൽ പ്ലേസസ് കാണാം. ഓക്കെ. അപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തിയാണ്. അപ്പോൾ അത് അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 0.707 എന്നുള്ളത്. ഓക്കെ. അപ്പോൾ അപ്രോക്സിമേറ്റ് വാല്യൂ ആയതുകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അപ്പോൾ √1/2-ൻ്റെ വാല്യൂ കാണുമ്പോൾ that can be written as √1/√2. √1 is 1. So 1/√2. 1/√2-ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1-നെ √2-ൻ്റെ വാല്യൂ 1.414 കൊണ്ട് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാം. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? ഈ 1/2 എന്നത് എന്താണ്? 2/4 ആണ് അല്ലേ? ഇതിൻ്റെ ഡബിൾ എടുക്കുക, ഇതിൻ്റെ ഡബിൾ എടുക്കുക. അപ്പോൾ 2/4.
അപ്പോൾ √1/2 കാണേണ്ടതിന് പകരം എന്ത് കണ്ടാൽ മതി 2/4 ഉണ്ടാവും. അപ്പോൾ √2/4 എന്ന് പറഞ്ഞാൽ √2/4 ആണ്. √2/4 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു √4 എന്ന് പറഞ്ഞാൽ 2 ആണ്. 2. ഓക്കെ. ഇനി നമുക്ക് കാൽക്കുലേറ്റർ വേണ്ട. കാൽക്കുലേറ്റർ ഇല്ലാതെ നമുക്ക് കണ്ടെത്താൻ പറ്റും. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു ഡെസിമൽ നമ്പർ വന്നു. അപ്പോൾ ഡെസിമൽ നമ്പർ കൊണ്ടുള്ള ഡിവിഷൻ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റർ ഇല്ലാതെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഹാർഡായിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കത്ര സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചത്. പക്ഷേ ഈ √12ൻ്റെ വാല്യൂ ആണ് നമ്മൾ അവിടെ കണ്ടുപിടിച്ചത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച്. അത് തന്നെയാണ് നമ്മൾ വേറെ മറ്റൊരു മെത്തേഡിലൂടെ കാണുന്നത്. ഓക്കെ. ഇങ്ങനെ ½ = 2/4 എന്ന് എഴുതിയിട്ട് √1/2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും. √2ൻ്റെ വാല്യൂ നമുക്കറിയാം 1.414 / 2 ഇങ്ങനെ. ഇനി ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? സാധാരണ പോലെ ഡിവൈഡ് ചെയ്യുക. ദാറ്റ് ഈസ് ഈ 1 ഈസ് സ്മോളർ ദാൻ 2. അപ്പോൾ നമ്മൾ 0 to പോയിൻ്റ് എഴുതി. 14 / 2 = 7. ഇത് നേരത്തെ ചെയ്തതാണ് ഒരിക്കൽ. പിന്നെ ഇവിടെ 1 മാത്രം ഉണ്ടാവും. 1 ഈസ് സ്മോളർ ദാൻ 2. അപ്പോൾ നമ്മൾ 0 ഇട്ടു. എന്നിട്ട് 14 എടുത്തു. 14 / 2 = 7. അപ്പോൾ നമുക്ക് 0.707 എന്ന് കിട്ടി. നേരത്തെ കിട്ടിയ അതേ ആൻസർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചായിരുന്നു കണ്ടെത്തിയെങ്കിൽ ഇവിടെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ കണ്ടെത്തി. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്ന ചിലതൊക്കെ കാൽക്കുലേറ്റർ ഉപയോഗിക്കാതെ നമുക്ക് കിട്ടും. ഇതുപോലുള്ള ചേഞ്ചസ് വരുത്തിയാൽ മതി. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഡിവിഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക രണ്ട് ന്യൂ നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്നൊക്കെ ഇപ്പോൾ ഇത്രയും എക്സാമ്പിളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇനി പേജ് 60 and 61 എക്സസൈസിൽ ഒരു 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദാറ്റ് വി ക്യാൻ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. താങ്ക് യു.